നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കലത്തപ്പം പൊരിച്ചതാണ്. എല്ലാവർക്കും കലത്തപ്പം അറിയാം. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് സ്വീറ്റ്ലെസ് കലത്തപ്പാണ്. ഈ കലത്തപ്പത്തിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വീറ്റ്ലെസ് കലത്തപ്പം നമ്മുടെ മെയിൻ ഡിഷ് ആയിട്ടാണ് സെർവ് ചെയ്യാറ്. അത് എന്തെങ്കിലും ഒരു നോൺ വെജിറ്റേറിയൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യാറ്. എന്നാൽ ഈ കലത്തപ്പം പൊരിച്ചത് ഒരു സ്നാക്ക് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. വളരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. നമുക്ക് എങ്ങനെ ഈ കലത്തപ്പം പൊരിച്ചത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം. കലത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പച്ചരിയോ ബിരിയാണി അരിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഈ പച്ചരിയെ 3-4 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് പച്ചരിയും തേങ്ങയും സവാളയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് കവർ ചെയ്യുന്ന അത്രയും വെള്ളം ഒഴിക്കണം. നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോറ് കൂടെ ഇതിലോട്ട് ചേർക്കാം. നമുക്ക് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ബാറ്ററിനെ ഞാനൊരു ബൗളിലോട്ട് എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടേ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാനാണ് എടുക്കുന്നത്. ഫ്രൈങ് പാനോ സോസ് പാനൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചെറിയുള്ളി ചെറുതാക്കിയിട്ട് മുറിച്ച് ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ. നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. പിന്നെ വെരി ലോ ഫ്ലെയിമിൽ 15 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും നമ്മൾ ഉപയോഗിച്ച പാത്രത്തിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. 15 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ കലത്തപ്പാണിത്. ഈ കലത്തപ്പത്തിന് ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. അടപ്പിലോട്ട് എടുത്തതിന് ശേഷം പാനിലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെ വീണ്ടും വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നത്. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി എരിവ് വേണ്ട, നല്ല കളർ കിട്ടണമെന്നാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കറിവേപ്പില എടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമ്മുടെ കലത്തപ്പത്തിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടേ. നമ്മുടെ കലത്തപ്പം എന്തായെന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷമുള്ള കലത്തപ്പാണിത്. ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഏത് ഷേപ്പ് വേണേലും മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി കുക്കീസ് കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വേസ്റ്റ് വരും. ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാവില്ല. അങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കലത്തപ്പാണിത്. ഇനി നമ്മുടെ ഈ കലത്തപ്പത്തിൻ്റെ ഒരു പീസ് എടുക്കാം. ഇനി ഈ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അപ്ലൈ ചെയ്യാം. ഇങ്ങനെ മുഴുവൻ കലത്തപ്പം മസാല കൊണ്ട് കവർ ചെയ്യണം കേട്ടോ. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കലത്തപ്പം മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വരണം. അത്ര മതി കേട്ടോ. ഓൾറെഡി നമ്മുടെ കലത്തപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇനി മസാല ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്ര മാത്രം മതി. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ കലത്തപ്പത്തിൻ്റെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ കലത്തപ്പം പൊരിച്ചത് ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ കലത്തപ്പം പൊരിച്ചത് ഗാർണിഷ് ചെയ്യുന്നത് സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഷവർമയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന കുക്കുംബറിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ പിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കലത്തപ്പം പൊരിച്ചത് ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.